തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തായിരുന്നു പാമ്പുമേക്കാട്ട് നമ്പൂതിരിയുടെ ഇല്ലം. അവിടെ പണ്ടുണ്ടായിരുന്നവർ വലിയ ഈശ്വര ഭക്തന്മാരും മന്ത്രതന്ത്ര നിപുണരുമായിരുന്നു. ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖത്താൽ വളരെ കഷ്ടപ്പെട്ടാണ് അവർ നിത്യവൃത്തി കഴിച്ചിരുന്നത്. അക്കാലത്തെ ഗൃഹസ്ഥൻ നമ്പൂതിരി തിരുവഞ്ചിക്കുളത്ത് ഭജനത്തിന് പോയി. ശിവനായിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തി അനുഗ്രഹിക്കണമേ എന്നായിരുന്നു പാമ്പുമേക്കാട്ട് നമ്പൂതിരിയുടെ ഉള്ളഴിഞ്ഞുള്ള പ്രാർത്ഥന. നമ്പൂതിരിയുടെ ഭജന 12 കൊല്ലം നീണ്ടുനിന്നു. ഭജനം അവസാനിക്കാറായ ഒരു ദിവസം ക്ഷേത്രത്തിൽ അത്താഴ പൂജയും മറ്റും കഴിഞ്ഞ് എല്ലാവരും പോയി. ക്ഷേത്രവും പരിസരവും അന്ധകാരത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ നമ്പൂതിരി കുറച്ച് വെള്ളമെടുക്കാനായി ഒരു പാത്രമെടുത്ത് ക്ഷേത്ര മതിലിനകത്തുള്ള തീർത്ഥക്കുളത്തിലേക്ക് ചെന്നു. അപ്പോൾ കടവിൽ തേജസ്വിയായ ഒരു പുരുഷൻ നിൽക്കുന്നത് പാമ്പുമേക്കാട്ട് നമ്പൂതിരി കണ്ടു. ആരാണത്? നമ്പൂതിരി ചോദിച്ചു. ആളറിഞ്ഞിട്ട് മേക്കാടിന് എന്തു വേണം? വെള്ളം വേണമെങ്കിൽ മുക്കിയെടുത്തുകൊണ്ട് പോയിക്കൊള്ളണം, ആ ദിവ്യ പുരുഷൻ പറഞ്ഞു. വാക്കുകൊണ്ടും തേജോമയമായ രൂപം കൊണ്ടും അദ്ദേഹം കേവലം ഒരു മനുഷ്യനല്ലെന്ന് ഒരു ദിവ്യനാണെന്നും തോന്നിയതിനാൽ നമ്പൂതിരി ചിന്താഗമനായിരുന്നെന്നും. ആ ദിവ്യപുരുഷന്റെ കയ്യിൽ തീക്കട്ട പോലെ തിളങ്ങുന്ന എന്തോ ഒരു സാധനം ഇരിക്കുന്നത് കണ്ട് നമ്പൂതിരിക്ക് ഉത്കണ്ഠയായി. ആ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്? നമ്പൂതിരി ചോദിച്ചു. മേക്കാട്ട് മാണിക്യക്കല്ല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്ന് മേക്കാട്ട് മറുപടി പറഞ്ഞു. കാണാൻ ആഗ്രഹമുണ്ടോ? കണ്ടാൽ കൊള്ളാമെന്നുണ്ടോ? നമ്പൂതിരി ദിവ്യന്റെ നേരെ കൈനീട്ടി. ഇത് അങ്ങോട്ട് തന്നാൽ മടക്കിത്തരാമെന്ന് നിശ്ചയമുണ്ടോ? ദിവ്യപുരുഷൻ ചോദിച്ചു. നിശ്ചയമുണ്ട്. ഉടൻ തന്നെ ആ ദിവ്യപുരുഷൻ ആ മാണിക്യക്കല്ല് നമ്പൂതിരിയുടെ കയ്യിലേക്ക് കൊടുത്തു. രത്നം കണ്ടപ്പോൾ നമ്പൂതിരിക്ക് വലിയ കൗതുകം തോന്നി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ ഒരു ഇഷ്ടക്കാരനായിരുന്നു പാമ്പുമേക്കാട്ട് നമ്പൂതിരി. ആ ദിവ്യരത്നം തമ്പുരാനെ കൂടി ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് നമ്പൂതിരിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഈ രത്നം ഒരാളെ കൂടി കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനാൽ ഇതൊന്ന് കൊണ്ടുപോയിട്ട് വരുന്നതിന് അനുവാദം തരണം. വേഗത്തിൽ പോയി വരാമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. എനിക്കിനി ഇവിടെ അധികം സമയം നിൽക്കാൻ നിവൃത്തിയില്ല, ദിവ്യപുരുഷൻ പറഞ്ഞു. ക്ഷണത്തിൽ വന്നേക്കാം. ഇത്രയും പറഞ്ഞിട്ട് നമ്പൂതിരി ആ രത്നം കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനെ കാണിച്ചു. ആ ദിവ്യരത്നം കണ്ടിട്ട് തമ്പുരാന് മടക്കി കൊടുക്കാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. ഇതിന് എന്ത് വില വേണമെങ്കിലും കൊടുത്തേക്കാം, ഈ മാണിക്യക്കല്ല് നമുക്ക് വേണം, തമ്പുരാൻ തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. നമ്പൂതിരി അത് സമ്മതിച്ചില്ല. ഇത് മടക്കി കൊടുക്കാതിരുന്നാൽ എനിക്ക് സത്യഭംഗം സംഭവിക്കും, അത് സങ്കടമാണ്. ഇങ്ങനെ നമ്പൂതിരി വീണ്ടും നിർബന്ധപൂർവ്വം പറഞ്ഞതിനാൽ മനസ്സില്ലാ മനസ്സോടെ തമ്പുരാൻ രത്നം നമ്പൂതിരിക്ക് മടക്കി കൊടുത്തു. നമ്പൂതിരി വേഗം ക്ഷേത്രത്തിൽ മടങ്ങിയെത്തി. അത് ദിവ്യനെ ഏൽപ്പിച്ചു. രത്നം കയ്യിൽ വാങ്ങിയ ഉടൻ ആ ദിവ്യൻ അദൃശ്യനായി ഭവിച്ചു. ആ ദിവ്യരത്നത്തിന്റെ ശോഭയിൽ പകൽ പോലെ പ്രകാശിച്ചിരുന്ന ആ സ്ഥലം പെട്ടെന്ന് ഇരുട്ടായി. നമ്പൂതിരിക്ക് കണ്ണുകൾ കാണാൻ വയ്യാതായി. ഉള്ളിൽ വല്ലാത്ത ഭയവും ജനിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് കുറേശ്ശെ കണ്ണു കാണാറായി. അദ്ദേഹം തീർത്ഥക്കുളത്തിലേക്ക് ഇറങ്ങി വെള്ളം മുക്കിയെടുത്തുകൊണ്ട് മടങ്ങി. അന്ന് രാത്രിയിൽ കിടന്നിട്ട് നമ്പൂതിരിക്ക് തീരെ ഉറക്കം വന്നില്ല. ആ ദിവ്യ പുരുഷനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. കഷ്ടമായിപ്പോയി. ആ ദിവ്യൻ ആരാണെന്നറിയാനുള്ള പരമാർത്ഥം അറിയാൻ കഴിഞ്ഞില്ലല്ലോ. നിർബന്ധിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പരമാർത്ഥം പറയുമായിരുന്നു. ആ ദിവ്യരത്നം വിശ്വാസപൂർവ്വം തൻ്റെ കയ്യിൽ തന്ന അദ്ദേഹത്തെ നിർബന്ധിച്ചാൽ സത്യം പറയാതിരിക്കുമോ? അങ്ങനെ ചെയ്യാഞ്ഞത് വലിയ കഷ്ടമായിപ്പോയി. ഈ ചിന്തകളോടെ കിടന്ന മേക്കാട്ട് നമ്പൂതിരി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കമായി. എങ്കിലും അധികം താമസിക്കാതെ അദ്ദേഹം ഉണർന്നു. നിലാവിൻ്റെ പ്രകാശം കുറേശ്ശെ ഉണ്ടായിരുന്നതിനാൽ നമ്പൂതിരി നേരം പ്രഭാതമായെന്ന് കരുതി. 7:30 നാഴിക വെളുപ്പിന് കുളിച്ച് ഭജനമിരിക്കുന്ന ശീലമുണ്ടായിരുന്ന അദ്ദേഹം ആ സമയം കഴിഞ്ഞുപോയി എന്ന ചിന്തയോടെ പരിഭ്രമിച്ചെഴുന്നേറ്റു. കുളിക്കാനായി വേഗം തീർത്ഥക്കുളത്തിലെത്തി. അപ്പോഴും അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ആരാണത്? നമ്പൂതിരി ചോദിച്ചു. ഇതാരാണെന്നും മറ്റും അറിഞ്ഞിട്ടെന്തു വേണം? മേക്കാടിന് കുളിക്കാൻ നേരമായിട്ടില്ല, പോയി കിടന്നുറങ്ങൂ. അഹസ് പകർന്നിട്ട് വേണം കുളിക്കാൻ. ആ ശബ്ദം കേട്ടും ശരീര തേജസ് കണ്ടും നമ്പൂതിരിക്ക് ആളെ മനസ്സിലായി.
നേരത്തെ കണ്ട ദിവ്യപുരുഷനാണെന്ന് ഉറപ്പായപ്പോൾ നമ്പൂതിരി അടുത്തു ചെന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചു. ശ്രീ പരമേശ്വരനാണ്, അവിടുന്ന് ആരാണെന്നുള്ള പരമാർത്ഥം എന്നോട് പറയണം. ആ ദിവ്യപുരുഷന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ഞാൻ സർപ്പരാജാവായ വാസുകിയാണ്. എന്നാൽ അവിടുത്തെ സാക്ഷാൽ രൂപം എനിക്ക് കാണിച്ചു തരണം. നമ്പൂതിരിയുടെ നിർബന്ധം കേട്ട് വാസുകി പറഞ്ഞു, അത് വേണ്ട, അത് കണ്ടാൽ അങ്ങ് ഭയപ്പെടും. മേക്കാട് നമ്പൂതിരി പിന്നെയും നിർബന്ധിച്ചു. അപ്പോൾ വാസുകി തൻ്റെ ദേഹം ചുരുക്കി ശിവന്റെ കൈവിരലിൽ മേൽ കിടക്കുന്ന മോതിരത്തോളമാക്കി കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ പോലും നമ്പൂതിരി ഭയപ്പെട്ട് നിലത്തു വീണു. 3 നാഴിക കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബോധം വീണത്. ഉടനെ വാസുകി ചോദിച്ചു, എന്താണ് വരം വേണ്ടത്? അപ്പോൾ നമ്പൂതിരി താഴ്മയായി അപേക്ഷിച്ചു, അവിടുത്തെ സാന്നിധ്യം സദാ എൻ്റെ ഇല്ലത്തുണ്ടായിരിക്കണം. എൻ്റെ ദാരിദ്ര്യ ദുഃഖം തീർക്കുകയും വേണം. ഇതല്ലാതെ അടിയന് മറ്റൊന്നും വേണ്ട. ശരി, അങ്ങനെ ചെയ്യാം. മേക്കാടിൻ്റെ ഭജനം 12 കൊല്ലം തികയാൻ ഇനി 3 ദിവസം മതിയല്ലോ. അത് കഴിഞ്ഞാലുടൻ ഇല്ലത്തേക്ക് പോയിക്കൊള്ളുക. അപ്പോഴേക്കും ശിവഭഗവാന്റെ അനുവാദം വാങ്ങിക്കൊണ്ടുവന്ന് മേക്കാടിൻ്റെ ആഗ്രഹം സാധിച്ചു തരാം. ഇനി കുളിക്കാൻ വൈകണ്ട, സമയമായിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് വാസുകി അപ്രത്യക്ഷമായി. സന്തോഷഭരിതമായ നമ്പൂതിരി കുളിക്കാനും പോയി. 2-3 ദിവസം കൂടി ഭജനമിരുന്ന ശേഷം നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങിയെത്തി. ഓലക്കുട കിഴക്കിനിയിൽ വച്ചിട്ട് നമ്പൂതിരി കുളിയും നിത്യകർമാനുഷ്ഠാനങ്ങളും കഴിച്ചിട്ട് വന്നു. എന്നിട്ട് ഓലക്കുട എടുക്കാനായി ഭാവിച്ചപ്പോൾ അതിന്മേലൊരു പാമ്പിനെ കണ്ട് അദ്ദേഹം ഭയപ്പെട്ടു. ഉടനെ ആ പാമ്പ് താഴെ ഇറങ്ങി. തൽക്ഷണം അത് വാസുകിയുടെ രൂപം കൈക്കൊണ്ടു. മേക്കാട് ഭയപ്പെടേണ്ട, ഞാൻ വാസുകി തന്നെയാണ്. അങ്ങയുടെ സത്യസന്ധതയും ഭക്തിയും മൂലം ശ്രീ പരമേശ്വരൻ അങ്ങയോട് അത്യന്തം പ്രസാദിച്ചിരിക്കുന്നു. ഭഗവാന്റെ അരുൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യ ദിവസം കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്ന മാണിക്യക്കല്ലിതാണ്. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ, സൂക്ഷിച്ചു വച്ചു കൊള്ളണം. ഇതിരിക്കുന്നിടത്ത് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ബാധിക്കുകയില്ല. ഇനി ഇവിടെ ഒരു നാഗയക്ഷിയും വന്നു ചേരും. അപ്പോഴും മേക്കാട് ഭയപ്പെടേണ്ട. വാസുകി ആ ദിവ്യരത്നം നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും ആ ഇല്ലത്തിലെ മൂത്ത അന്തർജനം അവിടെ എത്തി. സുജനഗ്രഹത്തിൽ ഒരു സദ്യക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു അവർ. ആ അന്തർജനം അവരുടെ മറക്കുട ഇറയത്ത് വച്ചിട്ട് അകത്തേക്ക് കയറി. ആ കുടയിൽ നിന്നും ഒരു പാമ്പ് താഴെ ഇറങ്ങി ഇഴഞ്ഞു വാസുകിയുടെ അരികിലെത്തി. ആ പാമ്പ് സർവാംഗ സുന്ദരിയായ ഒരു ദിവ്യ സ്ത്രീയുടെ രൂപം ധരിച്ചു വാസുകിയുടെ അടുക്കൽ നിന്നു. വാസുകി നമ്പൂതിരിയോട് പറഞ്ഞു, ഞങ്ങളുടെ 2 പേരുടെയും പ്രതിമകൾ ഉണ്ടാക്കി വച്ച് ഈ കിഴക്കരയിൽ തന്നെ പ്രതിഷ്ഠിക്കണം. ഞങ്ങളെ കുടുംബ പരദേവതകളായി വിചാരിച്ച് എന്നും പതിവായി പൂജിച്ച് വന്ദിച്ചു കൊള്ളണം. അങ്ങനെ ചെയ്താൽ ഇവിടെ ശ്രേയസ്സിന് ഒരു കുറവും വരികയില്ല. പാമ്പുകൾ മുറയ്ക്ക് ഇനിയും ഇവിടെ വന്നു ചേരും. ഒന്നിനെയും പ്രത്യേകം പ്രതിഷ്ഠിക്കേണ്ട. ഈ ഇല്ലവും പറമ്പും സർപ്പങ്ങളുടെ സങ്കേതമായി സങ്കല്പിച്ചു കൊണ്ടാൽ മതി. ഇവിടെ മലമൂത്ര വിസർജനങ്ങൾക്കും തുപ്പാനും എച്ചിൽ കൈ കഴുകാനും പ്രത്യേകം സ്ഥലങ്ങളുണ്ടാക്കിക്കൊള്ളണം. അതാത് കാര്യങ്ങൾ അതാതിടത്തല്ലാതെ തുപ്പാൻ പോലും പാടില്ല. അടുക്കളയിലല്ലാതെ പുറത്തെങ്ങും തീ കത്തിക്കരുത്. മുറ്റത്തും പറമ്പിലുമൊക്കെ പാമ്പിനെ കണ്ടാലും ആരും ഭയപ്പെടരുത്. ഈ പാമ്പുകളെ ചവിട്ടുകയോ മറ്റോ ചെയ്താലല്ലാതെ ഇവ കടിക്കുകയില്ല. ഈ ഇല്ലത്തുള്ളവരെ പാമ്പ് കടിച്ചാലും വിഷം ബാധിക്കുകയില്ല. വിഷം കടിക്കുന്ന പാമ്പിനെ തന്നെ ബാധിക്കും. അങ്ങനെ വന്നാൽ ആ പാമ്പിനെ ബാധിക്കുന്ന വിഷമിറക്കി വിട്ടേക്കണം, അല്ലെങ്കിൽ അവ ചത്തുപോകും. അന്യന്മാരെ പാമ്പുകൾ കടിച്ചാൽ ഈ ഇല്ലത്തുള്ളവർ വിഷമിക്കരുത്. എന്നാൽ സർപ്പകോപം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്യുന്നതിന് വിരോധമില്ല. ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഈ കിഴക്കിനിയിൽ 2 വിളക്കുകളിൽ പറ്റിപ്പിടിക്കുന്ന മഷിയും ആ വിളക്കുകളിലെ എണ്ണയും സർപ്പകോപം മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് സിദ്ധ ഔഷധമായിരിക്കും. ഞാനീ പറഞ്ഞവയെല്ലാം ഈ ഇല്ലത്ത് ഇനി ഉണ്ടാകുന്നവർക്കും തലമുറയായി ഉപദേശിച്ചു കൊടുത്തുകൊള്ളണം. ഇനി ആവശ്യപ്പെടുമ്പോൾ കാണാം. ഇത്രയും അരുൾ ചെയ്ത ശേഷം വാസുകിയും നാഗയക്ഷിയും അപ്രത്യക്ഷമായി. നമ്പൂതിരി വാസുകി പറഞ്ഞതുപോലെ കിഴക്കനയിൽ
നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചു. വിസർജ്യ വസ്തുക്കൾ നിക്ഷേപിക്കാനായി പ്രത്യേകം സ്ഥലങ്ങളുണ്ടാക്കി. അടുത്തുള്ള പറമ്പിൽ ഒരു ഉപഭവനവും നിർമ്മിച്ചു. നാഗപ്രതിഷ്ഠയ്ക്ക് മുമ്പിലായി 2 വിളക്കുകൾ കെടാതെ കത്തിച്ച് നിർത്തുകയും ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ആ ഇല്ലത്ത് നാഗദൈവങ്ങളുടെ ചൈതന്യം പ്രകടമായി. നമ്പൂതിരിയുടെ ദാരിദ്ര്യം പൂർണ്ണമായി മാറുകയും ചെയ്തു. സമ്പത്ത് വർദ്ധിക്കാനും തുടങ്ങി. അന്നു മുതൽ മേക്കാട്ട് നമ്പൂതിരി എന്ന ഇല്ലപ്പേര് മാറി പാമ്പുമേക്കാട്ട് നമ്പൂതിരി എന്നായി തീർന്നു. അതിന് പ്രസിദ്ധിയും വർദ്ധിച്ചു. പാമ്പുമേക്കാട്ട് ഇല്ലത്തിന് ഭജന നടത്താനായിട്ടും സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പ്രതിവിധി ചെയ്യുന്നതിനുമായിട്ടും ദിവസവും ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി. അവർക്കൊക്കെ ഫലങ്ങളും ഉണ്ടായി. ഇല്ലം വകയായി ആണ്ടുതോറും വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 41 ദിവസം സർപ്പബലി നടത്തി പോരുന്നുണ്ട്. ഇത് കൂടാതെ ഭക്തജനങ്ങളുടെ വഴിപാടായും സർപ്പബലി നടക്കുന്നുണ്ട്. പാമ്പുമേക്കാട്ട് നമ്പൂതിരിയുടെ രോഗമെല്ലാം പരന്നു. സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളും മറ്റു ദോഷങ്ങളും മാറിക്കിട്ടാൻ ആ ഇല്ലത്തുള്ളവർ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന വിശ്വാസവും ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചു.